ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പകുതി പേർക്ക് മനസ്സിലായി കാണും. നമ്മുടെ ഒരു കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചേച്ചി ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ട് എന്തൊക്കെ മെത്തേഡുകളാണ് ഉള്ളത് എന്നുള്ളതും എന്തൊക്കെയാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതും എന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാവേ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡുകളാണ് കേട്ടോ ഇവിടെ കാണിച്ചു തരുന്നത്. കുറച്ച് പ്രോഡക്ട്സ് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെത് ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണ്. മാത്രമല്ല എനിക്ക് റേസേഴ്സ് എന്ന് പറയുന്ന സംഭവം അലർജിക്കാണ് എൻ്റെ ഫേസിൽ. ഞാനത് ഇടുകയാണെങ്കിൽ എനിക്ക് പിമ്പിൾസ് വരും. അത് അലർജിക് ആയിട്ടുള്ള പിമ്പിൾസാണ് വരുന്നത്. ഇത് മാത്രമല്ലാതെ നമ്മൾ പ്രോപ്പറായിട്ടല്ല ഒരു റേസർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അലർജിക്ക് ആവാറുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ, എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്തതിൻ്റെ അലർജിയാണോ നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റേസേഴ്സ് എന്ന് പറയുന്ന സംഭവം സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതും അലർജിക്കാണോ എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ റേസേഴ്സ് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് നമ്മുടെ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് മെത്തേഡും പ്രോഡക്ട്സും ഒക്കെയാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വാക്സിങ് വേണമെങ്കിൽ നമ്മുടെ ഫേസിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ അത് അത്ര ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, അത് അത്ര നല്ല കാര്യമല്ല. കാരണം നമ്മുടെ മുഖത്തുള്ള രോമമൊക്കെ വാക്സ് ചെയ്ത് ഇങ്ങനെ വലിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഡാമേജ്ഡ് ആവാൻ ഭയങ്കരമായ രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും. സ്കിന്നിൻ്റെ ബാരിയേഴ്സിനെയൊക്കെ അത് ബ്രേക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ലേസർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ അത് ഇത്തിരി കോസ്റ്റ്ലി ആണ്. ഒരു 4-5 സിറ്റിങ്സ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ ചിലർക്ക് വീണ്ടും അത് 2-3 വർഷം കഴിഞ്ഞ് വീണ്ടും ഗ്രോത്ത് ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എൻ്റെ ഫേസിലെ ഹെയർ റേസർ യൂസ് ചെയ്ത് എടുക്കാറില്ല. അപ്പം നമുക്ക് മെത്തേഡ്സ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാവേ. അപ്പോൾ ആദ്യത്തെ ഒരു സംഭവം ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വളരെ സുലഭമായിട്ട് കിട്ടുന്നതും എന്നാൽ കുറേ പേർക്ക് തെറ്റ് പറ്റുന്നതും ഭയങ്കര റേറ്റ് കുറവായിട്ടുള്ളൊരു സംഭവമാണ് ഫേഷ്യൽ റേസേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ഫേഷ്യൽ റേസർ എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ബ്ലേഡ് വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഫേഷ്യൽ റേസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് പല ടൈപ്പിൽ നമുക്ക് മാർക്കറ്റുകളിൽ വാങ്ങാൻ കിട്ടും. അതായത് റേറ്റ് കുറഞ്ഞതും ഉണ്ട്, റേറ്റ് കൂടിയതും ഉണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബ്ലേഡ് ഉള്ളതും നോക്കി മാത്രം വാങ്ങുക. കാരണം നമ്മൾ നമ്മുടെ ഫേസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ക്വാളിറ്റി കുറഞ്ഞ ബ്ലേഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് സ്കിൻ ഇറിറ്റേഷൻ ഭയങ്കരമായ രീതിയിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ക്വാളിറ്റി കൂടിയ നല്ല സാധനങ്ങൾ മാത്രം വാങ്ങി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ മിക്കവരും നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാറുള്ളതാണ്. പിന്നെ ഇതിനുള്ളൊരു ചീത്തപ്പേര് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഫേഷ്യൽ ഹെയർസ് ഇത് വെച്ചിട്ട് ഷേവ് ചെയ്ത് കളയുമ്പോൾ അത് ഇതിലും തിക്കായിട്ടാണോ വളരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഹെയർ ഇങ്ങനെ വളർന്ന് വന്നിട്ട് ഓൾറെഡി അത് ഭയങ്കര തിക്നെസ് കുറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു മുഖത്ത് നിൽക്കുന്നത്. നമ്മളത് ഇങ്ങനെ വടിച്ച് കളയുന്ന സമയത്ത് അവിടെ അത് പോയി, അതായത് ആ തിക്ക് കുറഞ്ഞ് നിൽക്കുന്ന സംഭവം ബ്രേക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തു, അത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബാക്കി പുറത്തോട്ട് വരുന്ന ഹെയർ എന്ന് പറയുന്നത് കുറച്ച് തിക്ക് കൂടിയിട്ടായിരിക്കും വരുന്നത്. അത് പതിയെ 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 അത് കുറച്ചൊന്ന് വളർന്ന് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ തിക്നെസ് കുറഞ്ഞു വരുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ആ ഹെയർ ഇങ്ങനെ തിക്കായിട്ടുള്ള ഹെയർ ഇങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ആ തിക്നെസ് ആണ് കൂടുന്നത്. അത് സ്ലോലി അത് കുറയുന്നതായിരിക്കും. പക്ഷേ ആ തിക്നെസ് കൂടുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഭയങ്കരമായ രീതിയിൽ ഇരട്ടിയായിട്ട് ഹെയർ വളരുന്നു എന്ന്. അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ഒരിക്കലും ഫേഷ്യൽ ഹെയർസും കാര്യങ്ങളും യൂസ് ചെയ്യുമ്പോൾ ഇരട്ടിയായിട്ട് ഹെയർ കിളിക്കാറില്ല. എന്നാലും നമ്മുടെ ഈ നോർമൽ ആയിട്ടുള്ള ഹെയർ തന്നെ കുറച്ച് തിക്കായിട്ടായിരിക്കും വളരുന്നത്. അത് നമ്മൾ 1-2 മാസമൊക്കെ വിടുകയാണെങ്കിൽ പഴയ നമ്മുടെ ബേബി ഹെയർസ് ഉണ്ടായിരുന്ന പോലെ അത് ആയിക്കോളും. അല്ലെങ്കിൽ തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മളിങ്ങനെ ഷേവ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് നമുക്ക് തോന്നുന്നത് എൻ്റെ ദൈവമേ ഭയങ്കരമായിട്ട് വീണ്ടും ഹെയർ ഭയങ്കര തിക്കായിട്ടാണല്ലോ വരുന്നതെന്ന്. തിക്കായിട്ട് ഒരിക്കലും വളരില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ആഴ്ചയിൽ ഒരിക്കലും അത് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ.
പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്, മിക്കവർക്കും തെറ്റിപ്പോകുന്നത് അതുമാണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാവേ. അപ്പം ഞാൻ ഇത് ഒരിക്കലും യൂസ് ചെയ്ത് കാണിക്കില്ല, കാരണം എനിക്കിത് അലർജിക്കാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഫേസിൻ്റെ അടുത്തോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫേസ് ഇതാണെങ്കിൽ ഞാനിപ്പോൾ ഈ സൈഡാണ് ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചു. ഫസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഫേസ് നല്ല രീതിയിൽ ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ എന്താണ് യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നല്ല രീതിയിൽ ഫേസ് കഴുകുക. ഓക്കെ, കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും മൈൽഡായിട്ടുള്ളൊരു സ്ക്രബും ഉണ്ട്, ഒന്ന് സ്ക്രബ് ചെയ്ത് ഡെഡ് സെൽസ് ഒക്കെ ഒന്ന് കളയണം, അല്ലെങ്കിൽ പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് കളഞ്ഞതിന് ശേഷം റേസർ ഇങ്ങനെ എടുക്കുക. അപ്പോൾ റേസർ ഇങ്ങനെ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ആലോവേറ ജെല്ലോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ മുഖത്തിട്ട് കൊടുക്കുക. കാരണം ഇതിങ്ങനെ സ്മൂത്തായിട്ട് ഗ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ആലോവേറ ജെല്ലോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കാരണം ഈ ഒരു റഫ് സ്കിന്നിൽ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഇറിറ്റേറ്റഡ് ആവാനും മുറിയാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ആലോവേറ ജെല്ലോ ഫേഷ്യൽ ഹെയർ അല്ല, മോയ്സ്ചറൈസറോ മുഖത്തിടുക. എന്നിട്ട് അത് ഉണങ്ങുന്നതിന് മുന്നേ, ഉണങ്ങാനൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ, അതിൽ തന്നെ റേസർ ഇങ്ങനെ പിടിക്കുക. നമ്മുടെ ഹെയറിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് താഴോട്ടായിരിക്കും. അപ്പോൾ താഴോട്ട് ഇങ്ങനെ എടുക്കുക. ഓരോ വെട്ടവും ഇങ്ങനെ താഴോട്ടായിരിക്കണം നമ്മൾ ഷേവ് ചെയ്യേണ്ടത്. മേലിലോട്ടും താഴോട്ടും കാണിക്കരുത്. താഴോട്ട് മാത്രം ഇങ്ങനെ ഷേവ് ചെയ്ത് കളയുക. ഓക്കെ, മീശ വരുന്ന സമയത്ത് മീശ വളരുന്നത് ഇങ്ങോട്ടും ആയിരിക്കും അല്ലേ, നടുക്കുന്ന ഇങ്ങനെ താഴോട്ട് കാണും, ഇവിടെ ഇങ്ങോട്ടും ആയിരിക്കും. അപ്പോൾ മീശയുടെ സൈഡ് വരുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് കണ്ടോ, എന്നിട്ട് ഈ സൈഡിൽ എങ്ങോട്ടാണോ ഹെയറിൻ്റെ ഡയറക്ഷൻ പോണേ ആ ഡയറക്ഷനിൽ തന്നെ സിക്സ് ആക്ക് ആയിട്ടല്ല ഒറ്റ ഡയറക്ഷനിൽ വലിക്കുക. അപ്പം ഞാൻ പറയണേ, ഇപ്പം ഹെയർ ഇവിടെയാണെന്ന് വെച്ചോ, ഇങ്ങനെ താഴോട്ട് മാത്രം എടുക്കുക. ഇങ്ങനെ വലിക്കാൻ നിൽക്കരുത്. ഇങ്ങനെ ഒറ്റ ഇത് വീണ്ടും താഴോട്ട്, അങ്ങനെ ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫേസ് നന്നായിട്ട് കഴുകുക. ഓക്കെ, ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ റേസേഴ്സ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഇതെങ്ങനെയാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു 3 to 4 ടൈം നമുക്കൊരു യൂസിന് ഇത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ആയിട്ട് ഇത് കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിൽ മുക്കി വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇതെടുത്ത് കഴുകിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും ബാക്ടീരിയസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഉണക്കിയിട്ട് എടുത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കുക. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, അതുകൊണ്ട് തന്നെ തുരുമ്പെടുക്കില്ല കേട്ടോ. അങ്ങനെ ഒരു 4 വട്ടത്തിൽ കൂടുതലൊന്നും ഇത് യൂസ് ചെയ്യാൻ നിൽക്കണ്ട. ഇതേ രീതിയിൽ ഈ സാധനം യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ കാണിക്കുന്ന ഞാനൊരു 4 പ്രോഡക്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്, ഫേഷ്യൽ ഹെയർസും നമ്മുടെ ബോഡി ഹെയറും റിമൂവ് ചെയ്യാനായിട്ടുള്ളത്. ഇത് 4ഉം ഞാൻ നല്ല ബ്രാൻഡും ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും നല്ലത് നോക്കിയിട്ട് ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. വേണ്ടവരുണ്ടെങ്കിൽ അത് വാങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിനി അടുത്തൊരു മെത്തേഡ് കാണാവേ. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന 2 പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. 2 മെത്തേഡും എനിക്ക് ഇഷ്ടമുള്ള 2 പ്രോഡക്റ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഫേഷ്യൽ ഹെയർസ് ഞാൻ റേസേഴ്സ് യൂസ് ചെയ്ത് ഫുൾ ഫേസ് റിമൂവ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ മീശ റിമൂവ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അതേപോലെ തന്നെ ഐബ്രോ ഞാൻ ത്രെഡ് ചെയ്യാൻ പുറത്ത് പോകാറില്ല. അപ്പോൾ അത് ചെയ്യുന്നതും ഒരു സാധനമുണ്ട്. അപ്പോൾ ഇത് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യത്തെയാണ് ഈ ഒരു ഹെയർ റിമൂവിങ് സാധനമാണ് കേട്ടോ. ഇത് എപ്പിലേറ്റർ എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. ഇതിന് ഈ റൗണ്ടിനകത്ത് ചെറിയ ബ്ലേഡും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്വിച്ച് ഉണ്ട്. നമ്മളത് ഓൺ ആക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് അറിയാത്തത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കറങ്ങും, ഒരു ചെറിയ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. ഈ സാധനം നമ്മുടെ ഹെയറിൽ നമ്മളിത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഹെയർ റിമൂവും. എനിക്കിപ്പം മീശയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഞാൻ മീശ എടുക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ഈ സൈഡിലെ മീശയും അപ്പുറത്തെ സൈഡിലെ മീശയും ഇത് പോവും കേട്ടോ. നല്ല രീതിയിൽ ഇത് പോവും. ഇത് അടിപൊളി സാധനമാണ്. ഇതെനിക്ക് സ്കിൻ ഇറിറ്റേഷൻ ആക്കാറുമില്ല. ഇത് വെച്ചിട്ട് നമുക്ക് പിരികം ത്രെഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത്രയും റൗണ്ട് സംഭവം ആയതുകൊണ്ട് നമ്മൾ പിഴത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മുടെ പിരിവും മൊത്തത്തിൽ പോവും. പിന്നെ സൈഡിലെ രോമങ്ങൾ എടുക്കുക എന്ന് പറയുന്നതും ഇത് വെച്ച് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഈ ഒരു കൃതാവൊക്കെ ഇല്ലേ, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ചെടുക്കാം കേട്ടോ. അല്ലാതെ നടുക്കും
ഇവിടെയൊന്നും ഇത് യൂസ് ചെയ്യേണ്ട, സേഫ് അല്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ്. നിങ്ങൾക്ക് മീശ ഇവിടെ താടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അടിപൊളിയായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ ഈ ഒരു സാധനം. അപ്പോൾ ഇതും ഞാൻ ടാഗ് ചെയ്തേക്കാവേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സാധനം കാണാവേ. അടുത്തതെന്ന് പറയുന്ന ഒരു ഹെയർ റിമൂവിങ് പെന്നാണ് കേട്ടോ. പെന്ന് കണക്കാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ആ സാധനം ഇരിക്കുന്നത്. ഒരു അടപ്പും വരും കേട്ടോ ഇതിനൊക്കെ. ഇതിരിക്കുന്നത് ഇതിലിതേ ഇവിടെ കണ്ടോ, മറ്റേൻ്റെ റൗണ്ട് വലുതാണ്, ഇതിൻ്റെ റൗണ്ട് ഇതേ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ ബ്ലേഡ് ഇരിക്കുന്നത്. അപ്പം നമുക്കിതേ ഇതിങ്ങനെ ഓണാക്കുമ്പോൾ ഒരു ടോർച്ച് ലൈറ്റും ഇതും കൂടെ വരും കേട്ടോ. അത് നമുക്കിതേ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ഇതിൻ്റെ ഷേപ്പിന് ഇങ്ങനെ ആക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഐബ്രോ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളാണ്. കാരണം നമ്മൾ ഇങ്ങനെ ഐബ്രോയിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഐബ്രോ നമുക്ക് ട്രിം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇത് ചടപ്പടാന്ന് പറഞ്ഞാൽ തീരും. കാരണം നമ്മൾ ഐബ്രോയുടെ മഷി വെച്ചെടുത്ത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഓണാക്കിയിട്ടോ, ഇതിപ്പോൾ ഓണായിട്ടില്ലേ, ഓണാക്കിയിട്ട്. അപ്പം ഭയങ്കര സിമ്പിളാണ്. ഞാൻ ഓണാക്കുന്നില്ല കേട്ടോ. കയ്യിലായാലും ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിൽ പെണ്ണുകൊണ്ട് വരയ്ക്കുന്ന രീതിയിൽ തന്നെ നമുക്കിതിൽ ഐബ്രോസിൻ്റെ ഷേപ്പ് നമുക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇനി ഐബ്രോ ഷേപ്പായിട്ട് എടുക്കാൻ അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ഐബ്രോ വരച്ചിട്ട് മേളിലുള്ളത് ഇങ്ങനെ ഒന്ന് വരച്ച് കാണിച്ചു കൊടുത്താൽ അതെല്ലാം വരും. ഇത് അടിപൊളി സാധനമാണ് കേട്ടോ ഐബ്രോ എടുക്കുന്നവർക്കാണെങ്കിൽ. അപ്പോൾ ഇതും നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതും നല്ലൊരു സാധനമാണ് കേട്ടോ. പിന്നെ ഫേസിൻ്റെ കാര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ജെലാറ്റിൻ പീൽ ഓഫ് മാസ്ക് ഉണ്ട് കേട്ടോ. ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അതിൽ അത്യാവശ്യം നമ്മുടെ ബേബി ഹെയർസും കാര്യങ്ങളും ഒക്കെ എനിക്ക് പോവാറുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ ഞാൻ വേറെ യൂസ് ചെയ്യുന്ന ഒരു ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് ഉണ്ട്. അത് ഇട്ടിട്ട് കഴിയുമ്പോഴായാലും എൻ്റെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എൻ്റെ ഈ ഒരു ചെറിയ ബേബി ഹെയർസും ഒക്കെ എനിക്ക് പോവാറുണ്ട്. ഞാൻ അതാണ് മാസത്തിൽ ഒരിക്കലും ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അടുത്ത് ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഹെയർ റിമൂവ് ചെയ്യാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യുന്ന അടിപൊളി ഒരു പീൽ ഓഫ് മാസ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോ ആയിട്ട് അടുത്തതിൽ ചെയ്യാം. ഞാൻ എൻ്റെ ഫേസ് ഫുള്ള് മാറ്റാനായിട്ട് അതാ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അതിൽ നമ്മുടെ ഈ ഒരു ഹെയർസ് ഉണ്ടല്ലോ, ഈ ഇവിടെ ഇരിക്കണേ എന്തായിരുന്നു മീശ, അധികം അത് വരില്ല. കാരണം ഭയങ്കര കട്ടിയുള്ള സംഭവമുണ്ട്, അധികം അതിൽ വരില്ല. ബേബി ഹെയർസ് പോലുള്ളതൊക്കെ അതിൽ പോവുള്ളൂ. അപ്പം ഞാൻ അതിനാണ്, മീശ കളയാനാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഐബ്രോ ഷേപ്പിന് ത്രെഡ് ചെയ്യാനാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഓക്കെ, മറ്റേത് ഞാൻ തൊടാറേയില്ല. ഇത് ഞാൻ തൊടാറേയില്ല. കാരണം എനിക്ക് ശരിക്കും പിമ്പിൾസ് വരും മുഖത്ത് കേട്ടോ ഇത് യൂസ് ചെയ്താൽ. കാരണം എനിക്ക് ബ്ലേഡ് അലർജിയാണ്. എൻ്റെ കയ്യിലൊക്കെ ബ്ലേഡ് ആയിട്ടുള്ളത് ഞാൻ ഇതേപോലത്തുള്ള ഇങ്ങനെ കൂർത്തിരിക്കുന്ന ബ്ലേഡ് യൂസ് ചെയ്താലും ഭയങ്കരമായിട്ട് അലർജിക്ക് ആവാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ മുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇനിയും ദൈവം അനുഗ്രഹിച്ച് ദേഹത്ത് കുറേ ഹെയർസ് തന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ ബോഡിയിലുള്ള കയ്യിലൊക്കെയുള്ള ഹെയർസ് മാറ്റാനായിട്ടും ഇനിയും വേണമല്ലോ യന്ത്രങ്ങൾ. അതിന് നമുക്ക് ഒന്നെങ്കിൽ വാക്സ് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ബോഡിയിലെ ഹെയർ കളയാനായിട്ട് ആദ്യമുള്ളൊരു സാധനമാണ്, കോലം കണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടരുത്, ഇതാണ് കേട്ടോ. കോലം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. വീട്ടിൻ്റെ പ്രൊഫഷണൽ റെഡി ടു യൂസ് ബോഡി വാക്സ് ടിപ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ഇതിട്ട് പണി പാളിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് അത്ര വേദന ഒന്നും സഹിക്കാൻ പറ്റാറില്ല. ഇതിലതേ ഇങ്ങനെ കുറേ സ്റ്റിപ്സുകളുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബോഡി ഹെയർസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിത് യൂസ് ചെയ്യില്ല. ഞാനിതൊരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ്, മുന്നേ ഉള്ളൊരു വീഡിയോ. അത് ഞാൻ ഇപ്പോൾ ഐക്കാർഡിൽ കൊടുത്തേക്കാം കേട്ടോ. എൻ്റെ ഫേഷ്യൽ ഹെയർ ഞാൻ ഈ സാധനം വെച്ച് റിമൂവ് ചെയ്തൊരു വീഡിയോ. പക്ഷേ ഫേഷ്യൽ ഹെയർസ് നന്നായിട്ട് പോകും കേട്ടോ. അത് ഞാൻ ഈ കാണുന്ന ഐക്കാർഡിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കി സാധനമാണ് നമുക്ക് ബോഡി ഹെയർ റിമൂവ് ചെയ്യാൻ അതെടുക്കാം. പക്ഷേ നമ്മൾ എന്തിനു വേദന സഹിക്കണം? ഒരാഴ്ച കൂടുമ്പോൾ ഒന്ന് കളയാൻ പറ്റുന്ന സാധനം നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പം നമ്മൾ എന്തിനാണ് ഇത്രയും വാക്സ് ചെയ്ത് വേദന സഹിക്കുന്നതെന്ന് കരുതുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഒരു റേസർ. ഓക്കെ, ഇത് ആണുങ്ങൾ ഷേവ് ചെയ്യുന്ന റേസറല്ല, ഇത് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റേസറാണ് കേട്ടോ. അതിൻ്റെ അർത്ഥമാണ് ഇങ്ങനത്തെ ഒരു വളവ് വരിക. അതേപോലെ ഈ ഒരു സാധനം കണ്ടോ, ഒരു കളറ്, അതെന്താണെന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോൾ വാങ്ങിക്കുന്ന ആലോവേറ ജെല്ലിൻ്റെ എക്സ്ട്രാക്റ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു ജെല്ല് പോലൊരു സാധനം നമ്മളിങ്ങനെ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ വരും.
അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് റഫ് ആവത്തുമില്ല. നമ്മുടെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്താലും ഈ ജെല്ല് പോലുള്ള ഒരു സാധനം കയ്യിൽ വരുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. നമുക്കിത് ബിക്നി ഏരിയ റിമൂവ് ചെയ്യാനാണെങ്കിലും ഹെയർസ് റിമൂവ് ചെയ്യാനാണെങ്കിലും, ഇനി അതല്ല നമുക്ക് നമ്മുടെ ഹാൻഡ്സിൻ്റെയൊക്കെ ഹെയറൊക്കെ ഹാൻഡ്സിൻ്റെയും ലെഗ്സിൻ്റെയൊക്കെ ഹെയർ റിമൂവ് ചെയ്യാനാണെങ്കിലും ഈ സാധനം അടിപൊളിയാണ്. നമുക്കൊരു 2-3 തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കളയണം കേട്ടോ. നല്ലതായിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടെടുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ. പക്ഷേ നമ്മൾ ഈ ബോഡി ഹെയർ റിമൂവ് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് കൈയും കാലും ഒക്കെ ഒന്ന് കഴുകിയിട്ട് നിങ്ങൾ ലൈറ്റായിട്ടൊരു സ്ക്രബ് ചെയ്യുക. ബോഡി സ്ക്രബ് വെച്ചിട്ടോ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുന്ന ബോഡി സ്ക്രബ് ഉണ്ട് കേട്ടോ, എൻ്റെ വീഡിയോ ഞാൻ ചെയ്യാവേ. അത് ഒക്കെ ഇട്ടിട്ടോ ഒന്ന് സ്ക്രബ് ചെയ്ത് ഡെഡ് സെൽസ് ഒക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഷേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. നല്ല സ്മൂത്ത്നെസ്സും നല്ലൊരു ബ്രൈറ്റ്നെസ്സും ഒക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ ഹെയർ നിങ്ങൾക്കിപ്പം നോക്കിയറിയാം, ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. അടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാണുന്നില്ല. ഹെയർ ഉണ്ട് കേട്ടോ എനിക്കിപ്പോഴും. ഞാനങ്ങനെ ഹെയർ റിമൂവ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ മെയിനായിട്ട് എടുക്കുന്ന മീശയും നമ്മുടെ പിരുകുമാണ്. പിരുവ് ഞാനിപ്പോൾ എടുത്തിട്ടില്ല, എടുക്കണം. ഞാൻ എപ്പോഴും പിരുവ് എടുക്കുന്ന ഒരാളല്ല. പക്ഷേ മീശ ഞാൻ എപ്പോഴും കളയും കേട്ടോ, കാരണം ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഒരു ഭംഗി കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഉള്ള നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫേഷ്യൽ ഹെയർസ് പോണ പീൽ ഓഫ് മാസ്കും അതേപോലെ തന്നെ ബോഡി സ്ക്രബും ഒക്കെ ഞാൻ ഓരോ വീഡിയോസായിട്ട് ചെയ്യട്ടോ. ഇതിൽ ഒത്തിരി ലെങ്തി ആയിട്ട് പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനത് ചെയ്യാത്തത്. പിന്നെ ഇതൊക്കെ അടിപൊളി പ്രോഡക്റ്റ്സ് ആണ്. നമ്മൾ ഒരു ടൈം നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നല്ലതായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. നമുക്കൊരു ലൈഫ് ടൈം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ 2 സാധനമാണ് ഇത്, കേടാവുന്നത് വരെ. അതേപോലെ തന്നെ നമ്മുടെ ഐബ്രോ കളയുന്ന ഇതും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. ഞാൻ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ ഓൾറെഡി ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണ്ടവരാണെങ്കിലും വാങ്ങി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ യൂസ് ചെയ്ത് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും ഒക്കെ നിറയെ ബോഡി ഹെയർസും ഫേഷ്യൽ ഹെയർസും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഒന്ന് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ കമൻസ് എന്തായാലും എഴുതിയിടണം കേട്ടോ. കാരണം നിങ്ങളുടെ കമൻസ് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കമൻസും കാര്യങ്ങളൊക്കെ എഴുതി അടിക്കുക. അടുത്തടുത്ത വീഡിയോസ് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ അതുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് അതുമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.